ഇഷ്ടമാത്രം പുത്തൻ പ്രമോ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന കുറെ സംഭവങ്ങൾ തന്നെയാട്ടോ ഇനി നമ്മുടെ ആ ഒരു പരമ്പരയിൽ വരാൻ പോകുന്നത്. നമ്മുടെ മനസ്വിനി ആളിക്കത്തുക, മനസ്വിനിയും നമ്മുടെ ദയൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ മാധവനോ അതേട്ടോ നമ്മുടെ ഇഷിത മനഃപൂർവ്വം അവരുടെ കുഞ്ഞിനെ നശിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമായിട്ട് അവർ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്വിനി വന്നിട്ട് നമ്മുടെ ഇഷിതയുടെ അടുത്ത് കുറേ കലിപ്പിടുന്നുണ്ട്. നീ മനഃപൂർവ്വമാണെങ്കിൽ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്, കുഞ്ഞിനെ കൊന്നില്ല, ഇനി അവളെയും കൊന്നൊടുക്കാനാണോ നീ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്വിനി കുറേ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഇഷിത നമ്മുടെ ദയെ കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ ദയയും കട്ടക്കളിപ്പിലാണ്. ദയയുടെ വിശ്വാസവും നമ്മുടെ ഇഷിത മനഃപൂർവ്വം കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ദയയും പറയുന്നുണ്ട്, നിനക്കിപ്പോ സമാധാനമായല്ലോ, നീ മാധവൻ ഉപേക്ഷിച്ചതിന് ഒരു പകരം വീട്ടിയതാണല്ലേ എന്നൊക്കെ നമ്മുടെ ദയയും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പോലീസ് വരുന്നൊരു രംഗമാട്ടോ കാണുവാൻ സാധിക്കും. അപ്പോൾ പോലീസ് വരുമ്പോൾ പോലീസിനോട് നമ്മുടെ ഇഷിതയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇതൊരു കുടുംബ പ്രശ്നമാണ് സാറേ, ഇത് അവർ പറഞ്ഞ് വഷളാക്കി ഈ രീതിയിൽ എത്തിച്ചു എന്ന് നമ്മുടെ ഇഷിതയുടെ അച്ഛൻ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഇഷിത പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മനസ്സിനെയും ദയയും നമ്മുടെ ഇഷിതയോട് എന്തും ചെയ്തും പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് കടുത്ത തീരുമാനമൊക്കെയും എടുക്കുന്നുണ്ട്. അപ്പം ഇനി എങ്ങനെയൊക്കെ തീരും കഥ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചിപ്പി മോളെ ഇങ്ങനെ ചാനലൊക്കെ മാറ്റി ചിപ്പി മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂണൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശോക് വന്ന് പെട്ടെന്ന് തന്നെ റിമോട്ടൊക്കെ മേടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു സെർവൻ്റ് ഉണ്ടല്ലോ, സെർവൻ്റ് പറയും, മാഡം പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ ഇത് വെച്ച് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മുടെ അശോക് പറയുന്നുണ്ട്, അതിന് മാഡം അല്ലേ ഇവിടെ തീരുമാനം എടുക്കുന്നത്, ഞാനാണ് എന്നും പറഞ്ഞ് ഭയങ്കര എന്താ പറയുക നമ്മുടെ ചിപ്പി മോളോട് ഭയങ്കരമായിട്ട് ക്രൂരമായി പെരുമാറുന്ന ഒരു അശോകിനെ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ, ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു എപ്പിസോഡുകൾ തന്നെയാണ് നമ്മുടെ ഇഷ്ടമാത്രത്തിൽ ഇനി വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.